നമസ്കാരം. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം രണ്ടാം വർഷ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി EDS വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് സാലിഹ്, തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ EDS അധ്യാപകനാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്ക് സിംഗിൾ ഫേസ് AC മോട്ടോർ, യൂണിവേഴ്സൽ മോട്ടോർ, ബ്രഷ്ലെസ് DC മോട്ടോർ എന്നിവയാണ്. ആദ്യമായി നമുക്ക് സിംഗിൾ ഫേസ് AC മോട്ടോറുകളെ കുറിച്ച് പഠിക്കാം. കഴിഞ്ഞ വോളിയങ്ങളിൽ 3 ഫേസ് മോട്ടോറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഒരു 3 ഫേസ് മോട്ടോറിന്റെ സ്റ്റേറ്ററിൽ ഉള്ള സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള 3 വൈൻഡിങ്ങുകളിൽ 3 ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയും ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എയർ ഗ്യാപ്പിൽ കൂടി സഞ്ചരിച്ച് റോട്ടോറിനെ കട്ട് ചെയ്യുകയും റോട്ടോറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. റോട്ടോർ സർക്യൂട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് ആ റോട്ടോറിൽ അത് കാരണം ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ സ്ഥിതി ചെയ്താൽ അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടും. അതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. അത് കാരണം ആ റോട്ടോർ കറങ്ങുന്നു. എന്നാൽ സിംഗിൾ ഫേസ് മോട്ടോറിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ സിംഗിൾ ഫേസ് സപ്ലൈ ആണ്. അതായത് ഒരു സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ, സിംഗിൾ ഫേസ് മോട്ടോറിന്റെ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ അതിലൊരു ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാകുന്നത്. ഈ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് റോട്ടോറിന് ഒരു സ്റ്റാർട്ടിംഗ് ടോർക്ക് കൊടുക്കുവാനുള്ള കഴിവില്ല. അതായത് ഈ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാക്കി മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇതിന്റെ സ്റ്റേറ്ററിൽ ഒരു വൈൻഡിങ് കൂടെ ആഡ് ചെയ്യും. ഇതിനെ പറയുന്നത് ഓക്സിലറി വൈൻഡിങ് എന്നാണ്. അതായത് സിംഗിൾ ഫേസ് മോട്ടോറിന്റെ പ്രധാനമായി 2 ഭാഗങ്ങളാണുള്ളത്, സ്റ്റേറ്ററും റോട്ടോറും. സ്റ്റേറ്ററിൽ 2 വൈൻഡിങ്ങുകൾ ഉണ്ടായിരിക്കും, മെയിൻ വൈൻഡിങ് ആൻഡ് ഓക്സിലറി വൈൻഡിങ്. ഈ സ്റ്റേറ്റർ വൈൻഡിങ്ങുകൾ നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ ആ 2 വൈൻഡിങ്ങിലും ഫേസ് വ്യതിയാനമുള്ള 2 മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് അതൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡായി മാറും. അങ്ങനെ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എയർ ഗ്യാപ്പിൽ കൂടി സഞ്ചരിച്ച് റോട്ടോറിൽ കട്ട് ചെയ്ത് റോട്ടോറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും അതിലൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ മോട്ടോറിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ സ്ഥിതി ചെയ്താൽ അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് ആ റോട്ടോർ കറങ്ങുന്നു. ഇങ്ങനെയാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ റോട്ടോർ കറങ്ങുന്നത്. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് എന്നിവ വിശദീകരിക്കുന്ന ഒരു ആനിമേഷനിലേക്ക് പോകാം. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സ്റ്റേറ്റർ, 2 റോട്ടോർ. സ്റ്റേറ്റർ എന്ന് പറയുന്നത് സ്റ്റേഷനറി പാർട്ടാണ്. ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റാമ്പിംഗ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റാമ്പിങ്ങിലും സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. ഈ സ്ലോട്ടിൽ ആണ് വൈൻഡിങ് ഇൻസർട്ട് ചെയ്യുന്നത്. സ്റ്റേറ്ററിലെ മെയിൻ വൈൻഡിങ്ങിൽ സിംഗിൾ ഫേസ് AC സപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ ആൾട്ടർനേറ്റിംഗ് നേച്ചറിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ഒരു റൊട്ടേഷണൽ ടോർക്ക് ഉണ്ടാക്കുവാൻ കഴിയില്ല. കാരണം ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറി അനുസരിച്ച് ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നിറ്റ്യൂഡ് ഈക്വലും ഡയറക്ഷൻ ഓപ്പോസിറ്റും ആയ 2 ഫീൽഡായി തിരിയുകയും അത് പരസ്പരം ക്യാൻസലാകുകയും ചെയ്യുന്നു. അത് കാരണം റോട്ടോറിൽ ഒരു നെറ്റ് ഇനിഷ്യൽ ടോർക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിന് ഒരു
ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു വൈൻഡിങ് കൂടി നമ്മൾ സ്റ്റേറ്ററിൽ ആഡ് ചെയ്യുന്നു. ഇതിനെ ഓക്സിലറി വൈൻഡിങ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഫലമായി സ്റ്റേറ്ററിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയും ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടോറിൽ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ രണ്ട് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻ്ററാക്ഷൻ്റെ ഫലമായി റോട്ടോർ കറങ്ങുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ കണ്ട വീഡിയോ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് എന്നിവ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആയിരുന്നു കണ്ടത്. അതില് ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കാരണം സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്: സ്റ്റേറ്റർ, റോട്ടോർ. ഇതിൽ സ്റ്റേറ്റർ വൈൻഡിങ് രണ്ടെണ്ണം ഉണ്ട്: ഓക്സിലറി വൈൻഡിങ് ആൻഡ് മെയിൻ വൈൻഡിങ്. ഇവിടെ ഓക്സിലറി വൈൻഡിങ് ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രമാണ്, ഒരു സ്റ്റാർട്ടിംഗ് ടോർക്ക് കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഓക്സിലറി വൈൻഡിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൊടുക്കുന്ന മെത്തേഡ് അനുസരിച്ച് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമതാണ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, 2 കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ, 3 പെർമനന്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടോർ, 4 ഷെയ്ഡഡ് പോൾ മോട്ടോർ. ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയ വീഡിയോ കാണാം. ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സർക്യൂട്ട് ഡയഗ്രവും അതിന്റെ ആപ്ലിക്കേഷൻസും കാണുന്നതിന് വേണ്ടി നമുക്ക് ഒരു വീഡിയോയിലേക്ക് കടക്കാം. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ സ്റ്റാർട്ടിംഗ് മെത്തേഡ് അനുസരിച്ച് 4 ആയിട്ട് തിരിക്കാം: സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോർ, പെർമനന്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടോർ, ഷെയ്ഡഡ് പോൾ മോട്ടോർ. അതിൽ ആദ്യത്തേതാണ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഇതിന് 2 വൈൻഡിങ് ഉണ്ടായിരിക്കും: സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ആൻഡ് റണ്ണിങ് വൈൻഡിങ് അഥവാ മെയിൻ വൈൻഡിങ്. ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും, ലോ റിയാക്റ്റൻസ് ആയിരിക്കും. മെയിൻ വൈൻഡിങ്ങിന് ലോ റെസിസ്റ്റൻസും ഹൈ റിയാക്റ്റൻസും ആയിരിക്കും. ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് കൊടുത്തിരിക്കും. ഇതിൻ്റെ വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത മൂലം ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ 2 ഫേസിലുള്ള, അതായത് ഫേസ് ഡിഫറൻസിലുള്ള ഒരു ഫ്ലക്സ് ഉണ്ടാകുകയും 2 ഫ്ലക്സ് ഉണ്ടാകുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടോറിൻ്റെ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുകയും 2 റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫലമായിട്ട് ഈ റോട്ടോർ കറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇത് മോട്ടോർ ഒരു 70-80% സ്പീഡിലെത്തിക്കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ആക്ഷൻ മൂലം ഇത് സർക്യൂട്ടിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകുന്നു. അതായത് ഓൺലി സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രം നമുക്ക് 2 വൈൻഡിങ് മതി. പിന്നെയുള്ള റണ്ണിങ്ങിൽ ഒരൊറ്റ വൈൻഡിങ് കൊണ്ട് റോട്ടോർ കറങ്ങിക്കൊള്ളും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫാന്, ബ്ലോവർ, സെൻട്രിഫ്യൂഗൽ പമ്പ്, വാഷിംഗ് മെഷീൻ, ലേത്ത്, ഗ്രൈൻഡർ എക്സെട്ര തുടങ്ങിയവയാണ്. അടുത്തതായിട്ട് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടോറാണ്. ഇതിന് ഒരു സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും മെയിൻ വൈൻഡിങ്ങും ഉണ്ടായിരിക്കും. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും അതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കാരണം 2 വൈൻഡിങ്ങിലും ഉണ്ടാകുന്ന ഫ്ലക്സുകൾ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഈ ഫേസ് ഡിഫറൻസ് കാരണം ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയും ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടോറിൽ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ 2 റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് റോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ റോട്ടോർ ഒരു 70% സ്പീഡ്, 75% സ്പീഡിലെത്തുമ്പോൾ ഈ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെയും കപ്പാസിറ്ററേയും സർക്യൂട്ടിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്നു. CSIR മോട്ടോറിൻ്റെ ആപ്ലിക്കേഷൻ എയർ കംപ്രസർ, കൺവേയേഴ്സ്, എയർ കണ്ടീഷണേഴ്സ്, ഗ്രൈൻഡേഴ്സ് എക്സെട്ര ആണ്. ഇതായിട്ട് പെർമനൻറ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടോർ, PSC മോട്ടോർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും എല്ലാ മോട്ടോറിനെ പോലെ തന്നെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും റണ്ണിങ് വൈൻഡിങ്ങും ഉണ്ടായിരിക്കും. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഇവിടെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉപയോഗിക്കുന്നില്ല. കാര്യം കപ്പാസിറ്റർ സീരീസ് ആയിട്ട് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൽ പെർമനൻ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് റണ്ണിങ്ങിലും സ്റ്റാർട്ടിങ്ങിലും കപ്പാസിറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ പെർമനൻറ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടോർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഫാന്, ബ്ലോവേഴ്സ് ഇൻ ഹീറ്റർ, സ്മാൾ പമ്പ്സ് എക്സെട്ര ആണ്. അടുത്തായിട്ട് ഷെയ്ഡഡ് പോൾ മോട്ടോറാണ്. ഇതിന് ഒരു സ്റ്റേറ്റർ, സാലിയൻ പോൾ ടൈപ്പ് സ്റ്റേറ്ററാണ് ഉപയോഗിക്കുന്നത്. അതായത് പ്രൊജക്റ്റഡ് പോൾ, അതാണ് സാലിയൻ പോൾ എന്ന് പറയുന്നത്.
ഈ സ്റ്റേറ്റർ പോളിനെ നമ്മൾ രണ്ട് അൺഈക്വൽ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഷെയ്ഡഡ് പോളെന്നും മറ്റൊന്ന് അൺഷെയ്ഡഡ് പാർട്ടെന്നും പറയും. ഈ ഷെയ്ഡഡ് പാർട്ടിൽ ഒരു കോപ്പർ ബാൻഡ് ഘടിപ്പിച്ചിരിക്കും. അതായത് നമ്മൾ സിംഗിൾ ഫേസ് AC സപ്ലൈ അപ്ലൈ ചെയ്യുമ്പോൾ ഷെയ്ഡഡ് പോളിലുണ്ടാകുന്ന ഫ്ലക്സും അൺഷെയ്ഡഡ് പോളിലുണ്ടാകുന്ന ഫ്ലക്സും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. ഇത് കാരണം അവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. റോട്ടോർ എന്ന് പറയുന്നത് സ്ക്വിറൽ കേജ് ടൈപ്പ് റോട്ടോറാണ്. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടോയ് കാറ്, ഇലക്ട്രിക് ക്ലോക്ക്, ഹെയർ ഡ്രയർ, റെക്കോർഡ് പ്ലെയർ എക്സെട്ര ആണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് യൂണിവേഴ്സൽ മോട്ടോറാണ്. യൂണിവേഴ്സൽ മോട്ടോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ മോട്ടോർ എന്ന് പറയുന്നത്? അതായത് അത് AC-യിലും DC-യിലും വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ മോട്ടോർ എന്ന് പറയുന്നത്. നമ്മുടെ ഗൃഹോപകരണങ്ങൾ, മിക്സർ പോലുള്ള ഗൃഹോപകരണങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മോട്ടോറാണ് യൂണിവേഴ്സൽ മോട്ടോർ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് എന്നിവയെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായി യൂണിവേഴ്സൽ മോട്ടോറിൻ്റെ ഭാഗങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് റോട്ടോർ ഷാഫ്റ്റാണ്. രണ്ടാമത്തത് ഫീൽഡ് വൈൻഡിംഗ് ആണ്. ഇതിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തത് ലാമിനേറ്റഡ് ഫീൽഡ് കോറാണ്. നാലാമത്തത് റോട്ടോർ വൈൻഡിംഗ് ഉൾക്കൊള്ളുന്ന ആർമേച്ചർ. അഞ്ചാമത്തത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്. 6 ബ്രഷിനെ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഹോൾഡർ. ഏഴാമത്തത് ബുഷ് ബിയറിങ്സ്. എട്ടാമത്തത് കാർബൺ ബ്രഷസ്. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതിൻ്റെ സർക്യൂട്ട് ഒന്ന് നോക്കാം. ഇതിനെ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചറും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ആദ്യത്തെ പാർട്ട് ആർമേച്ചറിൻ്റെ ആദ്യത്തെ ടെർമിനലും അത് ആർമേച്ചറിൻ്റെ സെക്കൻഡ് ടെർമിനൽ അടുത്ത ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടിലും കണക്ട് ചെയ്ത് അങ്ങനെ സീരീസ് ആയിട്ടാണ് ഇത് കണക്ട്. AC സപ്ലൈ കൊടുക്കുമ്പോൾ ഫീൽഡ് വൈൻഡിങ് ഒരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് മാറുകയും അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആർമേച്ചർ വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്ങും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഫീൽഡിൽ ഫ്ലോ ചെയ്യുന്ന സെയിം കറണ്ട് തന്നെ ആർമേച്ചറിലും ഫ്ലോ ചെയ്യും. മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ സ്ഥിതി ചെയ്താൽ അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. ഈ ഫോഴ്സ് കാരണം റോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി ഇതിൻ്റെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന്, അതായത് ആർമേച്ചറിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോട്ടോറിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയും. അതായത് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ആദ്യത്തെ പാർട്ട് ആർമേച്ചറിൻ്റെ A2-ലും ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ട് ആർമേച്ചറിൻ്റെ A1-ലും കണക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആർമേച്ചറിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റായി മാറുകയും ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് BLDC മോട്ടോറിനെ കുറിച്ചാണ്. BLDC മോട്ടോർ എന്ന് പറഞ്ഞാൽ ബ്രഷ്ലെസ് DC മോട്ടോർ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അതായത് ബ്രഷുകളും കമ്മ്യൂട്ടേറ്ററും ഒന്നും ഉപയോഗിക്കാത്ത മോട്ടറാണ് BLDC മോട്ടോർ എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായും രണ്ട് ടൈപ്പ് ഡിസൈൻ ഉണ്ട്. ഇന്നർ റോട്ടോർ ടൈപ്പ് ആൻഡ് ഔട്ടർ റോട്ടോർ ടൈപ്പ്. അതിൽ ഔട്ടർ റോട്ടോർ ടൈപ്പിന് സ്പീഡ് കുറവും ടോർക്ക് കൂടുതലുമായിരിക്കും. ഇന്നർ റോട്ടോർ ടൈപ്പിന് സ്പീഡ് കൂടുതലും ടോർക്ക് കുറവുമായിരിക്കും. BLDC മോട്ടോറിൻ്റെ വർക്കിംഗ്, കൺസ്ട്രക്ഷൻ എന്നിവ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു വീഡിയോ കാണാം. ആകുമ്പോൾ കോയിൽ B എനർജി CM റോട്ടോർ Bയുടെ സമീപത്തേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. റോട്ടോർ Bയുടെ സമീപമാകുമ്പോൾ കോയിൽ C എനർജി CM
റോട്ടോർ സിയുടെ സമീപത്തേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ റോട്ടോർ സിയുടെ സമീപമാകുമ്പോൾ കോയിൽ എ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ എനർജൈസ് ചെയ്യുകയും റോട്ടോർ എയുടെ സമീപത്തേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂസ് റൊട്ടേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഏത് കോയിൽ എപ്പോൾ എനർജൈസ് ചെയ്യുന്നത് തീരുമാനിക്കുന്നതിന് വേണ്ടി BLDC മോട്ടോറിൽ ഒരു ഇലക്ട്രോണിക് കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്. ഒരു സെൻസർ റോട്ടോറിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്ത് ഈ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കോയിലാണ് എനർജൈസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഒരു കൺട്രോൾ സർക്യൂട്ടാണ്. ഈ മോട്ടോറിനെ നമുക്ക് ഇലക്ട്രോണിക്കലി കമ്മ്യൂട്ടേറ്റഡ് വർക്കിംഗ്. അടുത്ത യൂണിവേഴ്സൽ മോട്ടോറിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത് പോർട്ടബിൾ ഡ്രിൽ മെഷീന്, ഹെയർ ഡ്രയേഴ്സിലൊക്കെ ഉപയോഗിക്കും, മിക്സറിൽ ഉപയോഗിക്കും, ടേബിൾ ഫാൻ, അതുപോലെ തന്നെ യൂസ്ഡ് ഇൻ പോളിഷേഴ്സ് ആൻഡ് കിച്ചൺ അപ്ലയൻസസ്. അതുപോലെ ഹൈ സ്പീഡ് വേണ്ടുന്നിടത്തും സ്പീഡ് കൺട്രോൾ വേണ്ടുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ യൂണിവേഴ്സൽ മോട്ടോർ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് BLDC മോട്ടോറിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇതിൽ ഒന്നാമത് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൽ ഉപയോഗിക്കും, ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഉപയോഗിക്കും, സെൽഫ് ബാലൻസിങ് സ്കൂട്ടറിൽ ഉപയോഗിക്കും, ഡ്രില്ല് പോലുള്ള കോഡ്ലെസ് ടൂൾസ് അതിലുപയോഗിക്കും, കൂളിംഗ് ഫാൻ, ഓട്ടോമേഷൻ എക്യുപ്മെൻറ്റ് എന്നിവയിലൊക്കെ BLDC മോട്ടോർ ഉപയോഗിക്കും. അടുത്തതായി അഡ്വാൻറ്റേജസ് ഓഫ് BLDC മോട്ടോറാണ്. ക്വിക്ക് ആക്സിലറേഷൻ ആയിരിക്കും, റിലയബിലിറ്റി കൂടുതലായിരിക്കും, ലോങ് ലൈഫ് സ്പാൻ ഉണ്ടാവും, ഹൈ സ്പീഡ് ഓപ്പറേഷൻ ആണ്, റെസ്പോൺസീവ്നെസ് കൂടുതലാണ്. അടുത്തത് BLDC മോട്ടോറും ബ്രഷ്ഡ് DC മോട്ടോറും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. BLDC മോട്ടോറിൽ ലെസ് മെയിൻ്റനൻസ് ആയിരിക്കും, അതേപോലെ ബ്രഷ്ഡ് മോട്ടോർ പീരിയോഡിക്കലി മെയിൻ്റനൻസ് ആവശ്യമാണ്. അതുപോലെ സ്പാർക്കിങ് BLDC മോട്ടോറിലില്ല, ബ്രഷ്ഡ് മോട്ടോറിൽ സ്പാർക്കിംഗ് ഉണ്ടാവും. അതുപോലെ സ്പീഡ് ലിമിറ്റും പോൾ ലിമിറ്റും BLDC മോട്ടോറിലില്ല, ലിമിറ്റഡ് സ്പീഡും പോളുമായിരിക്കും ബ്രഷ്ഡ് മോട്ടോറിൽ. അതുപോലെ BLDC മോട്ടോറിൻ്റെ കൺസ്ട്രക്ഷൻ ലെസ് റഗ്ഡ് ആണ്. അതുപോലെ ബ്രഷ്ഡ് DC മോട്ടോറിൻ്റെ റഗ്ഡ് കൺസ്ട്രക്ഷനാണ്. അതുപോലെ BLDC മോട്ടോറിന് ലോങ് ലൈഫും റിലയബിലിറ്റി ഉണ്ടാവും. ബ്രഷ്ഡ് മോട്ടോർ ലെസ് ലൈഫും റിലയബിലിറ്റിയും കുറവായിരിക്കും BLDCയേക്കാൾ. അതുപോലെ എഫിഷ്യൻസി BLDC മോട്ടോറിന് കൂടുതലാണ്, എഫിഷ്യൻസി ബ്രഷ്ഡ് മോട്ടോറിന് കുറവാണ്. നോയ്സ് കുറവാണ് BLDC മോട്ടോറിൽ, അതുപോലെ ബ്രഷ്ഡ് മോട്ടോറിൽ നോയ്സ് കൂടുതലാണ്. ഇത്രയാണ് ഇതിൻ്റെ കമ്പാരിസൺ. അടുത്തതായി ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്പീഡ് എന്താണെന്ന് നോക്കാം. എന്താണ് സിങ്ക്രണസ് സ്പീഡ്? സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനെയാണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ NS = 120 F/P. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. സപ്ലൈ ഫ്രീക്വൻസി കൂട്ടുകയാണെങ്കിൽ സിങ്ക്രണസ് സ്പീഡ് കൂടുമെന്നും സപ്ലൈ ഫ്രീക്വൻസി കുറയുകയാണെങ്കിൽ സിങ്ക്രണസ് സ്പീഡ് കുറയുമെന്നും മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് പോൾസിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ സിങ്ക്രണസ് സ്പീഡ് കുറയുമെന്നും നമ്പർ ഓഫ് പോൾസിൻ്റെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ സിങ്ക്രണസ് സ്പീഡ് കൂടുമെന്നും നമുക്ക് മനസ്സിലാക്കാം. അടുത്തായി ഒരു മോട്ടോറിൻ്റെ സ്ലിപ്പ് എന്താണെന്ന് നോക്കാം. സിങ്ക്രണസ് സ്പീഡിൻ്റെയും റോട്ടോർ സ്പീഡിൻ്റെയും തമ്മിലുള്ള വ്യത്യാസമാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. സ്ലിപ്പ് കാണാനുള്ള ഇക്വേഷൻ S = NS - NR/NS × 100. ഇത് സാധാരണയായി പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ പാഠഭാഗത്തു നിന്നും നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, എന്തിനാണ് കോറുകൾ ലാമിനേറ്റ് ചെയ്യുന്നത്? അതായത് എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്
സ്റ്റേറ്ററിൻ്റെയും റോട്ടോറിൻ്റെയും കോറുകൾ ലാമിനേറ്റഡ് ചെയ്യുന്നത്. ലാമിനേറ്റഡ് ഷീറ്റ് കൊണ്ടാണ് കോറുകൾ നിർമ്മിക്കുന്നത്. അതുപോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണോ? എന്തുകൊണ്ട്? BLDC മോട്ടറും ബ്രഷ്ഡ് മോട്ടറും തമ്മിലുള്ള ഒരു താരതമ്യം. CSIR മോട്ടോറിൻ്റെ വയറിംഗ് ഡയഗ്രാം വരയ്ക്കുക. അതുപോലെ CSIR മോട്ടോറിൽ നിന്നും കപ്പാസിറ്റർ തകരാറായാൽ മോട്ടോർ പ്രവർത്തിക്കുമോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. നമ്മൾ പഠിച്ച മോട്ടോറിൻ്റെ വയറിംഗ് ഡയഗ്രങ്ങൾ ഒരു ചാർട്ട് പേപ്പറിൽ വരച്ച് ഒരു അസൈൻമെൻ്റായി നിങ്ങളുടെ അധ്യാപകർക്ക് സബ്മിറ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.